What gives life in the church? ദൈവസഭയിൽ ജീവൻ ആരാണ് നൽകുന്നത്? The presence of the Holy Spirit gives life in the church. And the absence of the Holy Spirit brings death. ആത്മപകർച്ച ദൈവസഭയിൽ ഇല്ലാതെയായാൽ മരണം, ആത്മീക മരണം സംഭവിക്കും. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പകരുവോളം, പകരുവോളം, ഉയരത്തിൽ നിന്ന് പകരുവോളം. ഇംഗ്ലീഷിൽ അത് പോർ ഡൗൺ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഉയരത്തിൽ നിന്ന് ഒരു മഴ പെയ്തിറങ്ങുന്നത് പോലെ, മീനിങ് കേവലം ചാറ്റൽ മഴയല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പം അവിടെ മഴ ചാറുന്നുണ്ടായിരുന്നു, അതല്ല. ധാരാളമായി പരിശുദ്ധാത്മാവിനെ നൽകും. അതാണ് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ ആശയം യേശുവും പറഞ്ഞിട്ടില്ലേ? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനം നൽകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. What will happen if there is no rain? മഴയില്ലാത്ത ഒരു സ്ഥലത്ത് എന്ത് സംഭവിക്കും? How would a place without rain look like? മഴ പെയ്യാത്ത ഒരു സ്ഥലം എങ്ങനെ ഇരിക്കും? ഉണങ്ങി വരണ്ട മരുഭൂമി പോലെയാകും. അത് തന്നെ നമ്മൾ ഈ 15-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. മരുഭൂമി എന്ന പരാമർശം അവിടെ എഴുതിയിട്ടുണ്ട്. ചൂടുകൂടി ജീവൻ നിലനിർത്താൻ പറ്റാതെ മരണം സംഭവിച്ചു പോകുന്ന തീച്ചൂള സമാനമായ വരൾച്ച ഉണ്ടാകും. നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്തേ. നമുക്ക് വളർച്ചയാണോ ഉണ്ടാകുന്നേ, അതോ വരൾച്ചയാണോ? ഈസ് ഇറ്റ് ഗ്രോത്ത് ഓർ ഈസ് ഇറ്റ് ഡ്രൈനസ്? ഞാനിത് വളർച്ച എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നത്, ഐ എം കണക്റ്റിംഗ് ഇറ്റ് വിത്ത് ന്യൂ കൺവേർട്സ്. പുതിയ ആത്മാക്കളേക്ക് ഞാൻ കണക്ട് ചെയ്യുക. പുതിയ ആത്മാക്കൾ നമ്മുടെ ഇടയിൽ വരുന്നുണ്ടോ? മറ്റ് സഭയിൽ നിന്ന് വരുന്നവരുണ്ട്, പുതുതായിട്ട് ഇന്ന് പങ്കെടുക്കുന്നവരുണ്ട്. നിങ്ങളെ ഞാൻ വിശേഷാൽ വന്ദനം ചെയ്യുന്നു. മറിച്ച് അവിശ്വാസികളായവർ ദൈവസഭയാകുന്ന നമ്മുടെ പ്രവർത്തനം കൊണ്ട്, ദൈവദാസന്മാരാകുന്ന ഞങ്ങളുടെ പ്രവർത്തനം കൊണ്ട് ദൈവസഭയിൽ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കുന്നുണ്ടോ? The sign of a living church is birth of new converts. ജീവനുള്ള സഭയുടെ ലക്ഷണം ആത്മാക്കളുടെ വിടുതലാണ്. അപ്പോൾ നിങ്ങൾ പറയും, we don't believe in numbers, we believe in quality. നമ്മൾ കണക്ക് കൂട്ടാനല്ല ആഗ്രഹിക്കുന്നത്, നമ്മൾ ക്വാളിറ്റിയിലാണ്. അതാണ് അടുത്ത ഭാഗത്ത് പറയുന്നത്. 10-ാം വാക്യം നോക്കിക്കേ. മരുഭൂമി പോലെ ആകും 10-ാം വാക്യം നോക്കിക്കേ. ചിന്തയില്ലാത്ത പെണ്ണുങ്ങളെ, ഒരാണ്ടും കുറെ നാളും കഴിയുമ്പോൾ നിങ്ങൾ നടുങ്ങിപ്പോകും, മുന്തിരിക്കൊത്ത് നഷ്ടമാകും, ഫലശേഖരം ഉണ്ടാവുകയും. മുന്തിരിക്കൊയ്ത്ത് നഷ്ടമാകും, ഫലശേഖരം എന്ന് പറഞ്ഞാൽ മുന്തിരിയും ഫലമൊക്കെ ഉണ്ടാകേണ്ട കൃഷി സ്ഥലങ്ങളിൽ ഫലമില്ല. വൺ സൈഡ് ഈസ് അബൌട്ട് ന്യൂ കൺവേർട്സ്, അതവിടെ നിൽക്കട്ടെ. രണ്ടാമതായിട്ട് നമ്മൾ നോക്കിക്കേ, ദൈവസഭയുടെ ഭാഗമായി തുടരുന്ന നമ്മളിൽ ഫലമുണ്ടോ? ക്രിസ്ത്യൻ ക്യാരക്ടർ ഉണ്ടോ? ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നുണ്ടോ? Are we transformed by the word of God that we listen here? കുറച്ച് മുമ്പേ കേട്ട സാക്ഷ്യം വളരെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യമാണ്. ഇവിടെ നടന്ന ദൈവവചന ശുശ്രൂഷയിൽ വലിയ വിടുതൽ നടക്കുന്നതിൻ്റെ സാക്ഷ്യമായിരുന്നത്. പക്ഷെ എത്ര പേർക്ക് ആ രൂപാന്തരം സംഭവിക്കുന്നുണ്ട്? തീർന്നില്ല. ദൈവാത്മാവിൻ്റെ പകർച്ചയില്ലെങ്കിൽ ഒന്ന്, മരുഭൂമി പോലെ വരണ്ടു പോകും, ജീവനറ്റു പോകും. 2, മുന്തിരിവള്ളി ഫലമില്ലാതെ പോകുന്ന അനുഭവം. മൂന്നാമത്തെ നോക്കിക്കേ, 13-ാം വാക്യം. എന്റെ ജനത്തിന്റെ ദേശത്ത് ഉല്ലസിത നഗരത്തിലെ സകല സന്തോഷ ഭവനങ്ങളിലും മുള്ളും പറക്കാരെയും മുളയ്ക്കും. സന്തോഷമുള്ള ഭവനങ്ങളിൽ ഇപ്പോൾ എന്തുവാ? മുള്ളും
ക്രിസ്തീയ കുടുംബങ്ങളിൽ, ദൈവസഭയുടെ ഭാഗമായിരിക്കുന്ന കുടുംബങ്ങളിൽ എന്തുമായിരുന്നു വരണ്ടേ? നീതിമാന്റെ കൂടാരത്തിൽ സന്തോഷവും ആനന്ദവുമായിരുന്നു ഉണ്ടാകണ്ടേ. ഇപ്പോൾ എന്തോ ഉണ്ടാകുന്നേ? ഞാൻ ഇതിവിടെ തിരുവല്ലയിലേക്ക് വരുന്നതിന് മുന്നേ താമസിച്ചിരുന്ന മറ്റൊരു ഭവനമുണ്ട്. ഒരു വിശ്വാസികളല്ല, മറ്റ് സഭയിൽ കൂടുന്നവരാ. അവരുടെ വാടക വീടുണ്ട്, അവരുടെ പഴയ വീട് വാടകയ്ക്ക് കൊടുത്തേക്കുക. ആ വാടകയ്ക്ക് താമസിക്കുന്നവർ ഞാൻ അന്ന് കൂടുന്ന ദൈവസഭയിലെ ഒരു വർഷിപ്പ് ലീഡറാണ്, പാട്ടുകാരനാണ്. ഞാൻ അവിടുന്ന് ആ ദേശം വിട്ടിങ്ങി പോന്നു. കഴിഞ്ഞിടയ്ക്ക് ചില കാരണങ്ങൾ കൊണ്ട് അവിടെ പോകേണ്ടി വന്നു. അവിടെ പോകേണ്ടി വന്നപ്പോൾ എന്നോട് അമ്മാവ് പറഞ്ഞു, ഓനെ കൊള്ളാം, നിങ്ങളുടെ സഭയും കൊള്ളാം, നിങ്ങളുടെ പാട്ടുകാരനും കൊള്ളാം, ഭാര്യയും ഭർത്താവും അടിയായിട്ട് അമ്മാവ ചെന്ന് ഇടനില നിന്ന് രണ്ടായിട്ട് തിരിച്ചു. സന്തോഷമുള്ള കുടുംബങ്ങളുണ്ടോ? പുറമെ അഭിനയിച്ചൊക്കെ നിൽക്കാം. ഭാര്യ, ഭർത്താവ്, മക്കൾ, പേരൻസ്, എങ്ങനെയുണ്ട് ബന്ധം? ഇൻലോസ്, അത് പിന്നെ വേറെ ഒരു പ്രസംഗം. ഹൗ ഇസ് ഇറ്റ്? ഈസ് ദെയർ ജോയ് ഇൻ യുവർ ഹോം? ഉണ്ടോ? It's because we lost the outpouring of the Spirit. സംഭവിക്കേണ്ടത് എന്തായിരുന്നു? അപ്പനും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ചിരുന്ന് ആത്മനിറവിൽ ദൈവത്തെ ആരാധിച്ച് വചനം പഠിപ്പിക്കേണ്ടതിന് പകരം കുറ്റം പറഞ്ഞ് വേണ്ടാത്ത വഴിയെ നടന്ന് തമ്മിൽ തല്ലി, ഇന്നവിടെ എഴുതിയേക്കുന്നത് കണ്ടോ, മുള്ളും പരക്കാരെയും താമസ യോഗ്യമല്ലാതെയായി. വീട്ടിൽ പോകാൻ ഇപ്പൊ താല്പര്യമില്ല, കറങ്ങി നടക്കുക. മോനും വീട്ടിൽ പോകണ്ട, അപ്പനും വീട്ടിൽ പോകാൻ താല്പര്യമില്ല, കാരണം അവർ രണ്ടും കൂടെ ഒരുമിച്ച് വന്നാൽ അടിയാവും. That is the state of Christian homes because we lost that outpouring of the Spirit. തുടർന്ന് വായിച്ച 14-ാം വാക്യം. ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. അരമനകൾ ഉപേക്ഷിക്കപ്പെടും. വലിയ കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ആളില്ല. വലിയ നഗരമുണ്ടായിരുന്നു, പക്ഷെ ആളില്ലാതെ പോയി. രാജ്യം മുഴുവനും നശിച്ചു പോകുകയാ. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം, 14-ാം വാക്യം. അതിനകത്തൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 14-ാം വാക്യം ഒന്ന് വായിച്ചു. അരമന ഉപേക്ഷിക്കപ്പെടും, ജനപുഷ്ടിയുള്ള നഗരം നിർജ്ജനമായി തീരും. കുന്നും കാവൽ മാളികയും സദാകാലത്തേക്കും ഗുഹകളായി ഭവിക്കും. അവ കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും ആട്ടിൻകൂട്ടങ്ങളുടെ മേച്ചൽപ്പുറവുമായിരിക്കും. കാട്ടുകഴുതകളുടെ സന്തോഷസ്ഥാനവും. സന്തോഷത്തോടെ വീട്ടിൽ കുടുംബമായിട്ട് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പോൾ ആരാ അവിടെ സന്തോഷത്തോടെ വസിക്കുന്നേ? ഞാൻ പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞ. കാട്ടുകഴുത മാത്രമല്ല, ആട്ടിൻ കൂട്ടങ്ങൾക്ക് മേച്ചൽ പുറമായി. ഇത് സത്യത്തിൽ ഞാൻ എങ്ങോട്ടാ ഇത് പറയുന്നത് പറഞ്ഞാൽ, ചില ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞ വിലാപങ്ങളുടെ പുസ്തകം അതേ കാര്യം. ഇത് സത്യം പറഞ്ഞ ഈ പ്രവചനത്തിന്റെ നിവർത്തിയാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ അന്ന് ധ്യാനിച്ചത്. ഇത് അതേപോലെ അവിടെ നിവർത്തിയാകുക. ആള് തിങ്ങി പാർത്ത പട്ടണത്തിൽ ഇന്ന് ആളില്ല. സഭയ്ക്കകത്ത്, ഐ എം നോട്ട് ഓൺലി സേയിങ് ടു ദിസ് ചർച്ച്, ഞാനിപ്പോൾ ഈ സഭയോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, ഞാനിത് ലൈവിൽ കൂടെ പോകുന്നുണ്ടല്ലോ. സഭയ്ക്കകത്ത് ഇപ്പോൾ എന്തോ പറ്റി? ബലമുള്ള വിശ്വാസികളുടെ എണ്ണം കുറഞ്ഞു, അതിനു പകരം വേറെ ആൾക്കാർ കയറി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇങ്ങനെ പ്രചരിച്ച് വരുന്നുണ്ട്. ഞാൻ ഒത്തിരി ഡീറ്റെയിൽസ് പറയുന്നില്ല, എങ്കിലും അതെൻ്റെ ഓർമ്മയിലേക്ക് വരിക. ലജ്ജ തോന്നുന്ന പോലത്തെ ഹീനമായ പ്രവർത്തികൾ ദൈവസഭകളിൽ നടക്കുകയാ. എന്തുവാ സംഭവിച്ചേ? പ്രിയ ദൈവമക്കളെ, when we disregard the working of the Holy Spirit in our lives and in our church, we are on our way to destruction. ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിന് ഞാൻ എൻ്റെ ജീവിതവും സഭയായി നമ്മൾ ഏൽപ്പിച്ച് കൊടുക്കാതിരുന്നാൽ അത് നാശത്തിലേക്കുള്ള പോക്കാണെന്ന് തിരിച്ചറിയണം.
അതുകൊണ്ടല്ലേ ആവർത്തിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ ഇതിനോട് ചേർന്ന് കിടക്കുന്ന കാര്യങ്ങൾ കാണുന്നത്. ആത്മാവിനാൽ നിറയുക. പല ഭക്തന്മാരെ പറ്റിയും പറയുന്നത് they were full of the spirit. മിനിസ്ട്രിക്ക് പോയപ്പോൾ ആത്മനിറവില, അവർ സഞ്ചരിച്ചത് ആത്മനിറവില. അതിന് എംഫസിസ് കൊടുത്തതിൻ്റെ കാരണം ബിക്കോസ് വിത്തൗട്ട് ഇറ്റ് വി ഡൈ. പരിശുദ്ധാത്മാവിൻ്റെ മഴ നമ്മുടെ മധ്യത്തിൽ ഇല്ലെങ്കിൽ ഇത് ഉണങ്ങി വരണ്ട് നശിച്ചു പോകുമെന്നുള്ളത് ഈ യഹൂദന്മാർക്ക് പറ്റിയ ചരിത്രം നമുക്ക് വാർണിംഗ് ആയിട്ട് ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് നൽകുക. ഇത് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന മറ്റൊരു ഭാഗം, വാക്യം വായിക്കണ്ട, ഞാൻ പറയാം. സർദീസിലെ സഭയ്ക്ക് സഭയുടെ ദൂതൻ എഴുതുക, നിന്റെ പ്രവൃത്തിയെ അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് എന്തോ ഉണ്ട്, പേരുണ്ട്, പക്ഷെങ്കിൽ മരിച്ചവനാകുന്നു. ഞാൻ ഇതിനോട് ചേർത്തൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ, ദി മാർക്ക് ഓഫ് എ ഡൈയിങ് ചർച്ച്. മരിച്ചുകൊണ്ടിരിക്കുന്ന സഭയുടെ അടയാളം എന്താണെന്നറിയോ? that they don't realize that they are dying. അവർ മരിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. that is the point. പേരുണ്ട്, പാട്ടുണ്ട്, എല്ലാം നല്ലതായിട്ട് നടക്കുന്നുണ്ട്. ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ഫലമില്ലാതെ പോയ, അസമാധാനം കൊണ്ട് നിറഞ്ഞ കുടുംബങ്ങൾ, എംടി ആയി പോകുന്ന കൂട്ടായ്മകൾ, യോഗങ്ങളിൽ ആളില്ലല്ലോ, പിള്ളേർക്കൊന്നും താല്പര്യമില്ലല്ലോ. നമുക്ക് വല്ലതും തോന്നുന്നുണ്ടോ? മടങ്ങി വരാൻ വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ഈ വചനത്തിൽ കൂടെ കർത്താവ് വിളിക്കുക. Many are not interested to attend church services. Why? ആൾക്കാരെ എന്താ പറയുക, പിടിച്ചിരുത്താൻ പറ്റുന്നില്ല. എന്താ? പിടിച്ചിരുത്താൻ പറ്റിയ ഒരാളെ ഇറക്കി പ്രസംഗിപ്പിച്ചാൽ മതിയോ? നമ്മുടെ ഇടയിൽ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ വീട്ടിൽ പാർക്കുന്ന മക്കളെ നമുക്ക് സ്വാധീനിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ ഇല്ലാത്ത? We lost the working of the Spirit. We lost the outpouring of the Holy Spirit. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് വലിയ കരച്ചിലുണ്ടാകണം, വലിയ ദുഃഖമുണ്ടാകണം.